कृपासमुद्रं सुमुखं त्रिनेत्रं जडाधरं पार्वती वामभागं सदाशिवं रुद्रमानन्दरूपं चिदम्बरेशं हृदि भावयामि നമഃശിവായ. കലയും ആധ്യാത്മികതയും സൃഷ്ടിവൈഭവവും ദൈവികത്വവും ചിത്രഭംഗിയും ശില്പഭംഗിയും ചലനപ്രതീകമായ നൃത്തഭാവവും ഇതിനൊക്കെ ഉപരി ഭക്തസഹസ്രങ്ങൾക്ക് നിർലോഭമായ അനുഗ്രഹവർഷവും ചൊരിയുന്ന നടരാജക്ഷേത്രം. തില്ലൈ നടരാജക്ഷേത്രമെന്ന ചിദംബരം നടരാജക്ഷേത്രം. തില്ലൈ എന്നാൽ കണ്ടൽ മരങ്ങൾ. ഒരു കാലത്ത് ഈ ക്ഷേത്ര പരിസരം മുഴുവൻ കണ്ടൽക്കാടുകളായിരുന്നു. എന്നാൽ ഇന്ന് ഈ കാടുകൾ ഇവിടെ നിന്നും അപ്രത്യക്ഷമായെങ്കിലും ക്ഷേത്രത്തിന് അധിക ദൂരമല്ലാത്ത പിച്ചവാരം എന്ന സ്ഥലത്തെ വലിയ ജലാശയത്തിനു ചുറ്റും ഇത്തരം കണ്ടൽക്കാടുകൾ കാണാം. ഇനി ചിദംബരത്തിന്റെ അർത്ഥവ്യാപ്തിയിലേക്ക് നോക്കൂ. ചിത്ത് എന്നാൽ അറിവ്, മനസ്സ് എന്നൊക്കെ അർത്ഥം. അമ്പരം എന്നാൽ അതിരുകളില്ലാത്ത ആകാശവും. അങ്ങനെ വിജ്ഞാനത്തിന്റെ അതിരുകളില്ലാത്ത ഒരു പുണ്യസങ്കേതമാണ് ചിദംബരം. പഞ്ചഭൂത ശിവക്ഷേത്രങ്ങളിൽപ്പെട്ട ചിദംബരം. ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ വിഗ്രഹം നൃത്തരൂപത്തിൽ നിൽക്കുന്ന ശിവഭഗവാനാണ് എന്നതാണ്, നടരാജൻ. മറ്റു ക്ഷേത്രങ്ങളിൽ ശിവലിംഗ പ്രതിഷ്ഠയുള്ളപ്പോൾ ഇവിടെ ചലനത്തിന്റെ പ്രതീകമായ നടരാജൻ. താണ്ഡവത്തിന്റെ താളം ഭക്തമനസ്സുകളിൽ പ്രകമ്പനം കൊള്ളുന്ന അന്തരീക്ഷം. എല്ലാ വർഷവും നാട്യാഞ്ജലി നൃത്തോത്സവം നടക്കുന്ന ക്ഷേത്രം. ലോകവും ജീവിതവും ചടുലമാണെന്നതിൻ്റെ പ്രതീകമായ നടരാജൻ. എല്ലാ വസ്തുക്കളും എപ്പോഴും പ്രകമ്പനത്തിലാണെന്ന ശാസ്ത്ര സത്യത്തിൻ്റെ പ്രതീകം. കോസ്മിക് ഡാൻസ് എന്ന് ആധുനിക ശാസ്ത്രത്തിന് വിളിക്കാവുന്ന ഉജ്ജ്വല മാതൃക. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും നമ്മുടെ ശരീരത്തിലെ ഓരോ തന്മാത്രയും എപ്പോഴും കമ്പനാവസ്ഥയിലാണെന്നതിൻ്റെ പ്രതീകം തന്നെയാണ് നൃത്താവസ്ഥയിലുള്ള നടരാജൻ. സൃഷ്ടിയുടെ ചലനം, സ്ഥിതിയുടെ ചലനം, സംഹാരത്തിൻ്റെ ചലനം, ഏറ്റവും ഒടുവിൽ മോക്ഷത്തിൻ്റെ ചലനം, ഇതിൻ്റെയൊക്കെ ആകെ തുകയാണ് നടരാജ വിഗ്രഹം. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലെ യൂറോപ്യൻ അണുഗവേഷണ കേന്ദ്രത്തിന് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയ നടരാജ പ്രതിമയും ഈ തത്വത്തെ ലോകം മുഴുവൻ അംഗീകരിക്കുന്നുവെന്ന് അടിവരയിടുന്നു. അത്ഭുതങ്ങളുടെ കലവറയാണ് ചിദംബരം. മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തന് എന്തു വരദാനവും ചെയ്യുന്ന ഭഗവാൻ. അനുഭവസ്ഥർ പറയുന്ന കഥകൾ നിറനയനങ്ങളോടെ മാത്രമേ കേട്ടിരിക്കാനാവൂ. ഭൗതിക സുഖലഭ്യത, അതിനെല്ലാം അപ്പുറം ജന്മഭാരങ്ങളെല്ലാം ഒഴിഞ്ഞ് ഇനിയൊരു ജന്മത്തിലേക്ക് വിടാതെ മോക്ഷത്തിൻ്റെ പാതയിലേക്ക് നമ്മെ ആനയിക്കുന്ന അത്ഭുത ശക്തി. രോഗമുക്തി, ജീവിത സുഖങ്ങൾ, വിദ്യാഭ്യാസ നേട്ടങ്ങൾ, ഉന്നത ഉദ്യോഗലബ്ധി തുടങ്ങിയ എന്തും നേടാം. ഇവിടെ വന്ന് പ്രാർത്ഥിക്കൂ. മനമുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തനു മുമ്പിൽ ഭഗവാൻ നൃത്തവല്ലഭനായി വന്ന് അനുഗ്രഹ വർഷം ചൊരിയും. ശില്പശാസ്ത്രത്തിൻ്റെ കമനീയവും ഗംഭീരവുമായ ഒരു ഭാവമാണ് ഇവിടുത്തെ 4 ഗോപുരങ്ങളും. കിഴക്കേ ഗോപുരത്തിലൂടെ നാം ഉള്ളിലേക്ക് കടക്കുന്നു. ക്ഷേത്രത്തിൻ്റെ സങ്കല്പം തന്നെ ഒരു മനുഷ്യ ശരീരമായാണ്. അതിലെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് സാക്ഷാൽ നടരാജനും. കിഴക്കേ ഗോപുരവാതിൽ കടന്നാൽ മറ്റു ക്ഷേത്രങ്ങളിൽ സാധാരണ ഒരു നേർരേഖയിലാവും ക്ഷേത്ര ശ്രീകോവിലിൻ്റെ സ്ഥാനം. എന്നാൽ ഇവിടെ ആ നേർരേഖയിൽ നിന്നും ഇടത്തോട്ട് മാറി ശ്രീകോവിൽ നിൽക്കുന്നു, മനുഷ്യ ശരീരത്തിൽ ഹൃദയമിരിക്കുന്നത് പോലെ. കിഴക്കേ ഗോപുരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന 108 കരണങ്ങളെയും കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ഗോപുരങ്ങളിലും നൃത്തത്തിൻ്റെ വിവിധ ചിത്രീകരണങ്ങൾ നമുക്ക് ദർശിക്കാനാവും. കിഴക്കേ ഗോപുരത്തിലൂടെ ഉള്ളിലേക്ക് കടന്നാൽ ശില്പകലയുടെ ഒരു സാഗരം തന്നെ നമ്മെ വരവേൽക്കുന്നു.
7 നിലകളുള്ള ഗോപുരത്തിൻ്റെ 2 വശങ്ങളിലും അകത്തും പുറത്തും ആയിരക്കണക്കിന് ശില്പങ്ങൾ കൊത്തിവച്ചിരിക്കുന്നു. ഒറ്റക്കൽ പാളികളിൽ കൊത്തിവച്ചിരിക്കുന്ന ഈ ഓരോ ശില്പത്തിൻ്റെയും പൂർണ്ണത നമ്മെ ആശ്ചര്യഭരിതരാക്കും. കരിങ്കല്ലിനെ കവിതയാക്കിയ നമ്മുടെ സംസ്കാരം. ആ ദൈവിക ശക്തിയുള്ള ശില്പികൾക്ക് പ്രണാമം. ഭഗവാൻ അവരെക്കൊണ്ട് ചെയ്യിച്ചതാവണം ഈ ശില്പങ്ങൾ. അത്രയ്ക്ക് പൂർണ്ണത. നാം ഉള്ളിലേക്ക് നടന്നാൽ അകത്തേക്ക് പ്രവേശിക്കുവാനുള്ള വാതിൽക്കലെത്തും. മനോഹരമായ 2 പാളി വാതിലുകൾ, ചുറ്റും വീണ്ടും ശില്പങ്ങൾ. പുറത്തെ പ്രദക്ഷിണ വഴിയിൽ നടന്നാൽ തെക്കേ ഗോപുരം. കമനീയമെന്നോ ഗംഭീരമെന്നോ എന്താണ് പറയേണ്ടത്? കിഴക്കേ ഗോപുരം പോലെ തന്നെ ശില്പഭംഗിയുടെ നിറവ് തെക്കേ ഗോപുരത്തിലും കാണാം. തെക്കേ ഗോപുരത്തിൽ നിന്നും പടിഞ്ഞാറേക്ക് നടക്കുമ്പോൾ ക്ഷേത്രത്തിന് തെക്കു പടിഞ്ഞാറായി മുക്കുരുന്നി വിനായകർ കിഴക്ക് ദർശനമായിരിക്കുന്നു. 8 അടിക്ക് മുകളിൽ ഉയരമുള്ള ഇത്തരം ഗണപതി വിഗ്രഹങ്ങൾ അപൂർവമാണ്. അവിടെ നിന്നും പടിഞ്ഞാറും വടക്കും എല്ലാം ഇതേപോലുള്ള ഗോപുരങ്ങൾ തന്നെ. പ്രദക്ഷിണ വഴിയിൽ ചെറിയ ചെറിയ ശ്രീകോവിലുകൾ, ഉപദേവതാ പ്രതിഷ്ഠകൾ. പടിഞ്ഞാറേ ഗോപുരത്തിന് സമീപം കർപ്പക വിനായകർ, നൃത്തച്ചുവടോടെ നിൽക്കുന്ന ഗണപതി വിഗ്രഹം. പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ വടക്കുഭാഗത്ത് കിഴക്ക് ദർശനമായി നിൽക്കുന്ന ബാലസുബ്രഹ്മണ്യൻ. അവിടെ നിന്നും വടക്കേ ഗോപുരത്തിലേക്ക് നടക്കുമ്പോൾ മധുരൈ സോമസുന്ദര ശ്രീകോവിൽ. വടക്കേ ഗോപുരത്തിന് സമീപം തിരുമൂല വിനായകരുടെ ശ്രീകോവിൽ. ഈ ശ്രീകോവിലിന് എതിർവശത്തായി അതിവിശാലവും മനോഹരവുമായ ക്ഷേത്രക്കുളം. ചുറ്റും കൽപ്പടവുകളോടെ നിൽക്കുന്ന ഇത്തരം ക്ഷേത്രക്കുളങ്ങൾ വിരളമാണ്. വടക്കേ ഗോപുരത്തിലേക്ക് വീണ്ടും പോയാൽ നാം എത്തിച്ചേരുന്നത് ശിവകാമസുന്ദരിയുടെ വലിയ ശ്രീകോവിലിലേക്കാണ്. സാക്ഷാൽ പാർവതീദേവി ശിവകാമസുന്ദരിയായി കിഴക്ക് ദർശനത്തിൽ നിൽക്കുന്നു. മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത ഒരു വിഗ്രഹം ഇവിടെ കാണാം, ചിത്രഗുപ്തൻ. ശിവകാമസുന്ദരിയുടെ ശ്രീകോവിൽ കഴിഞ്ഞാൽ വീണ്ടും വടക്കേ ഗോപുരം എത്തുന്നതിനു മുമ്പ് മറ്റ് 2 ശ്രീകോവിലുകൾ, ദുർഗയും പാണ്ഡുനായക രൂപത്തിൽ ഷൺമുഖനും. യമധർമ്മന്റെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. വീണ്ടും കിഴക്കോട്ട് നടന്നാൽ 1000 സ്തൂപ മണ്ഡപം കാണാം. ഈ മണ്ഡപത്തെ രാജസഭ എന്ന് പറയുന്നു. ഉത്സവകാലങ്ങളിൽ നടരാജസ്വാമിയുടെ വിഗ്രഹം അലങ്കരിക്കുന്നത് ഈ മണ്ഡപത്തിൽ വെച്ചാണ്. കിഴക്കേ നടയിൽ വടക്കുമാറി നന്ദികേശന്റെ ഒരു വലിയ വിഗ്രഹം. ചേതനയും ജീവനും ഉള്ളതെന്ന് തോന്നിക്കുന്ന നന്ദികേശ വിഗ്രഹത്തെ അറിയാതെ തൊഴുതുപോകും. ഭഗവാന്റെ വാഹനം. ഏതാണ്ട് 50 ഏക്കർ വിസ്തൃതിയിലാണ് ക്ഷേത്രം നിൽക്കുന്നത്. 4 ഗോപുരങ്ങളും 135 അടി ഉയരത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്നു. ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നാലോ, ഉള്ളിലെ പ്രദക്ഷിണ വഴിയിലേക്ക് കിഴക്ക് വാതിലിലൂടെ പ്രവേശിച്ചാൽ 2 വശത്തായി പുരുഷ മൃഗരൂപങ്ങൾ കാണാം. നമ്മുടെ ഉള്ളിലുള്ള പൈശാചിക ചിന്തകളെയും പാപത്തെയും കഴുകിക്കളയാൻ ഇവിടെ പ്രാർത്ഥിക്കണം. ഒരു രഥത്തിന്റെ മാതൃകയിലുള്ള നൃത്തസഭ എന്ന മണ്ഡപമാണ് നാം പിന്നീട് കാണുന്നത്. ഇതിൻ്റെ തൂണുകളുടെ ചിത്രശില്പ ഭംഗി അന്യാദൃശ്യമാണ്. നൃത്തസഭയിൽ ഊർധ്വതാണ്ഡവ മൂർത്തിയുടെ ശ്രീകോവിൽ. പിന്നീടാണ് നാം ചിത്സഭ കാണുന്നത്. നടരാജമൂർത്തിയുടെ മഹാശ്രീകോവിൽ ചിത്സഭയിലാണ്. ഉജ്ജ്വല പ്രതിഷ്ഠ. ലോകത്തിൻ്റെയും സർവചരാചരങ്ങളുടെയും ചലനങ്ങളെ ഉൾക്കൊണ്ട് ആനന്ദ താണ്ഡവ നൃത്ത ചുവടോടെ നിൽക്കുന്ന നടരാജമൂർത്തി. ജന്മജന്മാന്തരങ്ങളുടെ വീഴ്പ്പുകെട്ട് അവിടെ ഇറക്കി മോക്ഷത്തിലേക്കും സായുജ്യത്തിലേക്കുമുള്ള പടവുകൾ കയറുന്ന ഭക്തൻ.
ഭഗവാനും ഭക്തനും ഒന്നായിത്തീരുന്ന അലൗകികമായ അനുഭൂതി. ഇതുതന്നെയല്ലേ അദ്വൈതം? അദ്വൈത സിദ്ധാന്തം വ്യക്തമായി നമ്മെ പഠിപ്പിച്ച ശ്രീ ശങ്കരാചാര്യരെ നടരാജനായ ശങ്കരൻ്റെ തിരുസന്നിധിയിൽ ഓർത്തുപോയത് യാദൃച്ഛികമാവില്ല. ഭഗവാൻ ശിവകാമിയോടൊപ്പം ആനന്ദ താണ്ഡവമാടുന്ന സങ്കല്പത്തിലുള്ള നടരാജ വിഗ്രഹം. ഇവിടെയാണ് ചിദംബര രഹസ്യം എന്നറിയപ്പെടുന്ന മഹത്തായ തത്വത്തിൻ്റെ സ്ഥാനം. ചിദംബര രഹസ്യം വഴിയേ പറയാം. ചിത്സഭയിൽ 5 മനോഹരങ്ങളായ സ്തൂപങ്ങൾ കാണാം. ഇത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ചിത്സഭയോട് ചേർന്ന് നിൽക്കുന്ന മണ്ഡപമാണ് കനകസഭ. കനകസഭയിലെ 18 സ്തൂപങ്ങൾ 18 പുരാണങ്ങളെ പ്രതിനിധീകരിക്കുന്നു. വെള്ളിയിൽ തീർത്ത 5 പടവുകൾ പഞ്ചാക്ഷരത്തെ പ്രതിനിധീകരിക്കുന്നു. നമഃശിവായ. ബ്രഹ്മപീഠത്തിൻ്റെ താഴെയുള്ള 6 സ്തൂപങ്ങൾ 6 ശാസ്ത്രങ്ങളെയും മുകളിലുള്ള 4 സ്തൂപങ്ങൾ 4 വേദങ്ങളെയും പറയുന്നു. ശ്രീകോവിലിൻ്റെ മേൽക്കൂര തടിയിൽ നിർമ്മിച്ച 64 കഴുക്കോലുകളിൽ നിൽക്കുന്നു. ഇത് 64 കലകളെ ദ്യോതിപ്പിക്കുന്നു. 21,600 ഓടുകൾ പാകിയ ശ്രീകോവിലിൻ്റെ മേൽക്കൂര ഒരു മനുഷ്യൻ ഒരു ദിവസം നടത്തുന്ന ശരാശരി ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണമാണെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ പൂർണ്ണതയോടെ പ്രകൃതിയോടും മണ്ണിനോടും ഇഴുകിച്ചേർന്ന നിർമ്മാണത്തോടെ പ്രകാശമാനമായി നിൽക്കുന്ന ഈ ക്ഷേത്രം ഒന്ന് കാണുവാനെങ്കിലും മോഹിക്കാത്ത ആരും ഉണ്ടാവില്ല. ഏത് നിരീശ്വരവാദിയെയും ഭക്തനാക്കും ഇവിടുത്തെ അന്തരീക്ഷം. തത്വശാസ്ത്രവും ഹിന്ദു പുരാണവും വേദങ്ങളും കലകളും ഭക്തിയും ധ്യാനവും കർമ്മവും ജ്ഞാനവും പരമമായ മോക്ഷവും എല്ലാം സമന്വയീഭവിച്ചിരിക്കുന്ന അനന്തജ്ഞാനത്തിൻ്റെ ആകാശമായ ചിദംബരം നടരാജ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഈ കാണുന്ന അർദ്ധസ്തൂപം വളരെ വിശേഷപ്പെട്ടതാണ്. ശിവകാമിയമ്മയുടെ ശ്രീകോവിലിനടുത്തായി പരിപാവനമായ ക്ഷേത്രക്കുളത്തിന് സമീപം നിൽക്കുന്ന ഈ സ്തൂപത്തെ വലം വെക്കുന്നത് പാപദോഷങ്ങൾ പരിഹരിക്കുവാൻ ഉത്തമമാണെന്ന് പറയുന്നു. മുകളിലേക്ക് നോക്കി വലം വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ ബഹുനിലകളുള്ള 4 ഗോപുരങ്ങളും ഇവിടെ നിന്നും കാണാനാകും. അതായത് ക്ഷേത്രത്തെ വലം വെച്ചതിന് തുല്യമാകും എന്ന് സാരം. എന്താണ് നടരാജ വിഗ്രഹത്തിൻ്റെ പൊരുൾ? നടരാജ വിഗ്രഹം ഒരു വളയത്തിനുള്ളിലാണല്ലോ നാം കാണുന്നത്. ഈ വളയത്തിന് പുറത്ത് അനേകം അഗ്നിനാളങ്ങളും കാണാം. പ്രപഞ്ചത്തെയും ബോധമണ്ഡലത്തെയും സൂചിപ്പിക്കുന്ന ഈ പ്രഭാമണ്ഡലം ഒരു വളയത്തിലിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ കാലം അഥവാ സമയം ചാക്രികമാണെന്ന ബോധത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. നടരാജ വിഗ്രഹം 5 സങ്കല്പങ്ങളിലാണ് നിലകൊള്ളുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, മായാഭാവം, മോക്ഷം അഥവാ മുക്തി എന്നിവയാണ് ഈ 5 സങ്കല്പങ്ങൾ. വലതുവശത്തെ മുകൾ ഭാഗത്തുള്ള കയ്യിൽ താണ്ഡവ നൃത്തത്തിൻ്റെ വാദ്യോപകരണമായ ഡമരു. സൃഷ്ടി ശബ്ദമായി ഉണ്ടായി എന്നും തന്മാത്രാവസ്ഥയിൽ പോലും വസ്തുക്കൾ ചലനാത്മകമാണെന്നുമുള്ള ശാസ്ത്ര സത്യത്തിൻ്റെ പ്രതീകമാണിത്. വലതുവശത്ത് താഴെയുള്ള കൈ നൃത്തത്തിലെ അഭയമുദ്ര കാട്ടിത്തരുന്നു. ഇത് സ്ഥിതി അല്ലെങ്കിൽ ഏവർക്കും സംരക്ഷണം എന്നതിൻ്റെ പ്രതീകം തന്നെ. ഇടതുവശത്ത് മുകൾ ഭാഗത്തെ കൈയിൽ പ്രളയാഗ്നി, സംഹാരം തന്നെ, പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കാനാവുന്ന പ്രളയാഗ്നി. സൃഷ്ടിയെയും സംഹാരത്തെയും ഒരു നൃത്തഭാവത്തിൽ സമരസപ്പെടുത്തുന്നതിൻ്റെ ഭാവനാത്മകമായ ആവിഷ്കാരം. അറിയാതെ നാം നമഃശിവായ എന്ന് പറഞ്ഞു പോകും. ഇനി നടരാജ വിഗ്രഹത്തിലെ കാതുകളിലേക്ക് ശ്രദ്ധിക്കൂ. വലതു ചെവിയിൽ മുതലയുടെ രൂപത്തിൽ പുരുഷന്മാർ ധരിക്കുന്ന കമ്മലും ഇടതു ചെവിയിൽ സ്ത്രീകൾ ധരിക്കുന്ന വട്ടത്തിലുള്ള കമ്മലും. ആ അഭൗമ ശക്തിയെ പുരുഷനായും സ്ത്രീയായും ഇത് രണ്ടുമായും ഇതൊന്നും അല്ലാതെയും കാണാമെന്ന മഹത്തായ തത്വം ഭാരതത്തിൻ്റെ ബ്രഹ്മസിദ്ധാന്തം. നടരാജന്റെ വലതുകാൽ ഒരു അസുരനെ, അപസ്മാര പുരുഷനെ ചവിട്ടിത്താഴ്ത്തുന്ന രൂപത്തിലാണ്. അജ്ഞതയുടെ അസുരനെ അമർച്ച ചെയ്ത് മായാബന്ധത്തിൽ നിന്നും മോചിതനാക്കി ജ്ഞാനക്കടലിലേക്ക് ഭഗവാൻ ആനയിക്കും. അഞ്ചാമത്തെ സങ്കല്പമായ മോക്ഷം. ആ വിഗ്രഹത്തിൻ്റെ ഇടതുവശത്തെ താഴെയുള്ള കൈയിലേക്കും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഇടതുകാലിലേക്കും ശ്രദ്ധിക്കൂ.
ഗജഹസ്ത മുദ്രയുള്ള കൈ ഉയർത്തിയ കാലിലേക്ക്. ഇത് മോക്ഷത്തിലേക്കുള്ള വഴി തന്നെയെന്ന് നമ്മെ കാട്ടിത്തരുന്നു. സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തിയെ കണ്ട് മായാബന്ധ വിമുക്തിയും അവസാനം മോക്ഷപ്രാപ്തിയും നേടാൻ നിങ്ങൾ ഇവിടെ എത്തൂ, ചിദംബരേശ്വരനായ നടരാജന്റെ തിരുസന്നിധിയിൽ. ചിദംബരം ക്ഷേത്രത്തിൽ ശിവനെ 3 വിധത്തിൽ ആരാധിക്കുന്നു: രൂപം, രൂപാരൂപം, അരൂപം. ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ നടരാജമൂർത്തിയെ തന്നെയാണ് രൂപത്തിൽ ആരാധിക്കുന്നത്. ശങ്കരാചാര്യരാൽ പ്രതിഷ്ഠിതമായ ഒരു സ്ഫടിക ശിവലിംഗവും ഇവിടെ ആരാധിച്ചു വരുന്നു. ഇതിനെയാണ് രൂപാരൂപം എന്ന് പറയുന്നത്. ഇതിനൊക്കെ അപ്പുറത്ത് അരൂപാവസ്ഥയിൽ ഭഗവാനെ പൂജിക്കുന്നു എന്ന മഹത്തായ ഒരു തത്വമുണ്ട്. ഇതാണ് ചിദംബര രഹസ്യം, വിശ്വപ്രസിദ്ധമായ ചിദംബര രഹസ്യം. നടരാജ വിഗ്രഹത്തിൻ്റെ വലതുഭാഗത്തായി നമുക്ക് ഒരു തിരശീല കാണാം. അതിഗഹനമായ ഒരു ഹിന്ദു തത്വശാസ്ത്രമാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. മായയുടെ മറയാണ് ഞാൻ പറഞ്ഞ ആ തിരശീല. ആ മറ നീക്കിയാൽ നമുക്ക് കാണാനാവുന്നത് തികച്ചും ശൂന്യമായ ഒരു സ്ഥലമാണ്. സ്വർണ്ണവർണ്ണത്തിലുള്ള ഒരു ചെടി, വെറും ചെടിയല്ല, കൂവളം തന്നെ. വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശിവപാർവതി സങ്കല്പം. ചില പ്രത്യേക പൂജകൾക്ക് മാത്രമേ മേൽപ്പറഞ്ഞ തിരശീല മാറ്റുകയുള്ളൂ. അതിനാൽ തന്നെ ഇത് ദർശിക്കുവാൻ അവിടെ എത്തുന്ന എല്ലാവർക്കും കഴിയില്ല. ദർശനഭാഗ്യം കിട്ടുന്നവരിൽ എല്ലാവർക്കും അതിൻ്റെ പൊരുൾ മനസ്സിലെത്തില്ല. ഈ പ്രത്യേകമായ ദിവ്യസ്ഥാനത്തെയാണ് അരൂപിയായ ശിവൻ എന്ന് പറയുന്നത്. രൂപമില്ലാതെ, ഭാവമില്ലാതെ, നിറവും മണവും ഒന്നുമില്ലാതെ ഒരു ഭഗവത് സങ്കല്പം, സാക്ഷാൽ പരബ്രഹ്മം, എന്തിനും മുകളിലുള്ള ബ്രഹ്മം. മനസ്സറിഞ്ഞ് ദർശിക്കുന്ന ഭക്തന് മോക്ഷലഭ്യത കിട്ടുമെന്ന് സങ്കല്പം. ശിവപാർവതി സങ്കല്പം അലയടിക്കുന്ന വിശുദ്ധമായ സ്ഥാനം. ഇതുതന്നെയാണ് ചിദംബര രഹസ്യം. ആത്യന്തികമായ മോക്ഷപ്രാപ്തി എന്ന ഭാരത തത്വശാസ്ത്രം ഊന്നിപ്പറഞ്ഞുകൊണ്ട് നമുക്ക് ആ പഞ്ചാക്ഷരി ഉറക്കെ ജപിക്കാം. നമഃശിവായ, നമഃശിവായ, നമഃശിവായ.